പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും നമ്മൾ പോകുന്നത്. പണ്ഡിത സംഘടനയായ സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിച്ചു. പുതുതായി 6 അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. പുറത്താക്കിയ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുത്തില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണമെന്ന ലീഗ് അനുകൂലികളുടെ ആവശ്യം അംഗീകരിച്ചില്ല. റിയാസ് KMR ആണ് വിവരങ്ങളുമായി ചേരുന്നത്. റിയാസ്, മുഷാവറ പുനഃസംഘടിപ്പിച്ചു, 6 അംഗങ്ങളെ തെരഞ്ഞെടുത്തു, മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുത്തില്ല എന്നുള്ളതും കൂടിയുണ്ട്. ഇത് വീണ്ടും ഒരു ലീഗ് സമസ്ത പോരിലേക്ക് നീങ്ങാനുള്ള സൂചനകളാണോ? സമസ്ത 100ാം വാർഷികം ഫെബ്രുവരിയിൽ കാസർഗോഡ് കുറിയിൽ നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഏറെ നിർണായകമായ സമസ്ത മുഷാവറ യോഗമാണ് ഇന്ന് കോഴിക്കോട് സംസ്ഥാനത്തിൽ നടക്കുന്ന സാഹചര്യമുണ്ടായത്. അതിലാണ് പുതുതായി 6 മുഷാവറ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. അയാളുടെ സാഹചര്യം എന്ന് പറയുന്നത്, നിലവിൽ മുഷാവറയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളിൽ ചിലർ മരണപ്പെട്ടിരുന്നു. ആ മരണപ്പെട്ട ആളുകളുടെ ഒഴിവിലേക്കാണ് ഇപ്പോൾ 6 പേരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ബഷീർ ഫൈസി ചീക്കോന്ന്, PK അബൂബക്കർ മുസ്ലിയാർ വെളുമുക്ക്, P സൈദാൽ മുസ്ലിയാർ മാമ്പുഴ, അലവി ഫൈസി കൊളപ്പറമ്പ്, ഷരീഫ് ബാക്കവി കണ്ണൂർ, അബ്ദുൽ ഗഫൂർ അൻവരി നുദൂർ എന്നിവരെയാണ് ഇന്നത്തെ സമസ്ത മുഷാവറ യോഗത്തിൽ പുതിയ അംഗങ്ങളായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ബിശ്ര മുട്ടുകോയ തങ്ങളുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം നടന്നത്. ആ യോഗത്തിൽ പ്രസിഡന്റ് PT ഉമർ മുസ്ലിയാർ കൊല്ലൂർ എത്തിയിരുന്നില്ല. ആരോഗ്യ പ്രശ്നമാണ് അദ്ദേഹം എത്താതെ ഒരു കാരണം. ഒപ്പം തന്നെ മറ്റ് MT അബ്ദുള്ള മുസ്ലിയാർ, ഒപ്പം തന്നെ ഉമർ ഫൈസി മുക്കം, ഡോക്ടർ ബഹാവുദ്ദീൻ നബി പോലുള്ള സമസ്തയുടെ മുതിർന്ന മുഷാവറ അംഗങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലീഗ് അനുകൂലികളുടെ പ്രധാന ആവശ്യമായിരുന്നു നേരത്തെ സമസ്ത അച്ചടക്ക നടപടിയെടുത്ത മുഷാവറയിൽ നിന്നും പുറത്താക്കിയ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണമെന്നുള്ളത്. ലീഗ് സമസ്ത സമവായ സമിതിയിൽ കഴിഞ്ഞ യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. അത് അദ്ദേഹത്തോടെ സമസ്ത മുഷാവറ സമസ്ത നേതൃത്വം ഇനി മുസ്തഫൽ ഫൈസിയോട് സമസ്ത നേതൃത്വത്തിനെതിരെ നടത്തിയ പരാമർശത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ആ വിശദീകരണം ഇന്നത്തെ മുഷാവറ ചർച്ചയുടെ ശേഷം അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ലീഗ് സമസ്ത സമവായ സമിതിയിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണം, അതായത് മുസ്തഫൽ ഫൈസിയുടെ വിശദീകരണം സമസ്ത മുഷാവറ യോഗം ചർച്ച ചെയ്തപ്പോൾ മുസ്തഫൽ ഫൈസിയുടെ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് മുഷാവറ യോഗം വിലയിരുത്തിയത്. കാരണം മുസ്തഫൽ ഫൈസി പരസ്യമായി മുസ്ലിം മുത്തുക്കോയ തങ്ങളെയാണ് പരോക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം നൽകിയ അദ്ദേഹം നൽകിയ വിശദീകരണം അത് തൃപ്തികരമല്ല എന്നുള്ളതാണ് മുഷാവറ വിലയിരുത്തിയിരിക്കുന്നത്. ഇത് സമസ്തയിലെ ലീഗ് അനുകൂലികളെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. അതേസമയം തന്നെ മറ്റൊരു തെറ്റായ പ്രചരണം കൂടി നടക്കുന്നു. ഇന്ന് പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ആളുകളെ സമസ്ത മുഷാവറയിലേക്ക് എടുത്തില്ല എന്ന തരത്തിലുള്ളത് തെറ്റായ പ്രചരണമാണ്. അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, പാണക്കാട് കുടുംബത്തിൽപ്പെട്ട തങ്ങൾമാരെ ഈ മുഷാവറയിലേക്ക് എടുക്കണമെന്ന് നേരത്തെ ലീഗ് അനുകൂലികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് പാണക്കാട് കുടുംബം തന്നെ ഇടപെട്ട് അത്തരമൊരു ആവശ്യം ഉന്നയിക്കേണ്ട കാര്യമില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. സമസ്ത ലീഗ് സമവായ സമിതി യോഗം ചേരുമ്പോൾ തന്നെ ഇക്കാര്യം സാദിഖ് അലി തങ്ങൾ അടക്കമുള്ളവർ ജിഫ്രി തങ്ങളെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പാണക്കാട് തങ്ങന്മാരെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ ആവശ്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ മുഷാവറയിൽ അങ്ങനെ ഒരു ചർച്ചകൾ നടന്നിട്ടില്ല. അതുകൊണ്ട് പാണക്കാട് കുടുംബത്തെ പാണക്കാട് തങ്ങന്മാരെ മുഷാവറയിലേക്ക് എടുത്തിട്ടില്ല എന്ന പ്രചരണം തീർത്തും തെറ്റായ പ്രചരണമാണ്. ഇന്നത്തെ യോഗത്തിൽ അത്തരമൊരു ചർച്ച പോലും നടന്നിട്ടില്ല. അതുതന്നെയാണ് സമസ്ത വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. മാത്രമല്ല സമസ്ത 100ാം വാർഷികം സംബന്ധിച്ച് ചില യാത്രകൾ സംഘടിപ്പിക്കാനും ഇന്നത്തെ മുഷാവറ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രചരണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ കൂടുതൽ കേന്ദ്രീകരിച്ചും പ്രചരണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമസ്തയുടെ സന്ദേശയാത്ര നടക്കാൻ ഇരിക്കുന്നു. മാത്രമല്ല ഫെബ്രുവരി ആകുമ്പോഴേക്കും വലിയ രീതിയിൽ അവിടെ ഒരു പ്രചരണം സംഘടിപ്പിച്ചുകൊണ്ട് കാസർഗോഡ് കുണിയയിൽ അതിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജിഫ്രി മുത്തുക്കോയകളും MT അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ളവരും ഈ മഹാസമ്മേളനം മഹാറാലി ഒക്കെ നടക്കുന്ന കാസർഗോഡ് കുണിയിലെ സ്ഥലം അവിടെ പോയി പരിശോധിക്കുകയും അവിടെ വലിയൊരു വേദി തയ്യാറാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ഈ മാസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങുന്നതിനുള്ള പ്രക്രിയകൾ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അതെല്ലാം ഇന്നത്തെ സമസ്ത മുഷാവറ വിശദമായി ചർച്ച ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിച്ചു. 6 പുതിയ അംഗങ്ങൾ വരുന്നു. പക്ഷേ അപ്പോഴും മുസ്തഫൽ പണിക്ക് പുറത്തു തന്നെയാണ് ലീഗ് അനുകൂലികളുടെ ആവശ്യം. മുസ്തഫൽ പണിക്ക് തിരിച്ചെടുക്കണമെന്ന ആവശ്യം സമസ്ത മുഷാവറ അംഗീകരിച്ചില്ല. അതേസമയം
റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.